പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായൂമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണഹനനം ഹേതധീ രാമായണം. എല്ലാവർക്കും നമസ്കാരം. ഇത് ഏകശ്ലോക രാമായണമാണ്. നാളെ കർക്കടകം 1 രാമായണ മാസം ആരംഭിക്കുകയാണല്ലോ. എല്ലാവരും രാമായണം വായിക്കണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. വായന ഏതായാലും അത് നമുക്ക് ബുദ്ധിപരമായിട്ടും ഓർമ്മശക്തി നിലനിർത്താനും മാനസികമായിട്ടും നല്ല ഒരു ഉന്മേഷം തരുന്നതാണ്. കണ്ണിന്റെ ആരോഗ്യത്തിനും വായന വളരെ നല്ലതാണ്. അപ്പോൾ വായന രാമായണ വായനയോടൊപ്പം അല്ലെങ്കിൽ രാമായണ വിശേഷത്തോടൊപ്പം ഇന്ന് വിരൽ വ്യായാമത്തിൽ 2 വിരൽ വ്യായാമമാണ് പറയാൻ പോകുന്നത്. ഒന്ന് മൈഗ്രെയിന് ഉള്ള വിരൽ വ്യായാമമാണ്. അത് നമ്മുടെ കൈ വിരലുകൾ ഇങ്ങനെ പിടിച്ചിട്ട് മോതിര വിരൽ മടക്കി സൂര്യമുദ്ര ഉണ്ടാക്കുക. അതുപോലെ ചൂണ്ടുവിരലും നടുവിരലിന്റെയും അഗ്രഭാഗം തള്ളവിരലിന്റെ അഗ്രഭാഗവുമായിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുക. മഹാശീർഷ മുദ്ര എന്നാണ് ഇതിന് യോഗയിൽ പറയുന്നത്. ഇത് 5 മിനിറ്റ് വീതം ദിവസവും 3 നേരം ചെയ്യുക. ഇനി 3 നേരം ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ 10 മിനിറ്റ് വീതം 2 നേരം ചെയ്താൽ മതിയാവും, രാവിലെയും വൈകുന്നേരവും. അതുപോലെ മൈഗ്രെയിൻ സ്ഥിരമായിട്ട് വരുന്നവർ കുളിക്കുന്ന കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. വൈകുന്നേരം 4 മണിക്ക് ശേഷം ഒരു കാരണവശാലും തല കുളിക്കാൻ പാടില്ല. അതുപോലെ രാവിലെ കുളിക്കുമ്പോൾ തലയിൽ തേക്കുന്ന എണ്ണ കാച്ചിയ എണ്ണ തന്നെ ഉപയോഗിക്കുക. കഫം വർദ്ധിക്കാത്ത രീതിയിലുള്ള സാധനങ്ങൾ എടുത്ത് വേണം എണ്ണ കാച്ചാൻ. ജീരകവും കുരുമുളകും ചേർത്ത് എണ്ണ കാച്ചിയാൽ കഫം വർദ്ധിക്കില്ല. അതുപോലെ ഇരട്ടി മധുരം ചേർത്ത് വെളിച്ചെണ്ണ കാച്ചി ഉപയോഗിച്ചാലും കഫം വർദ്ധിക്കില്ല. കുളിക്കുമ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ ശ്രദ്ധിക്കുക. തല നന്നായിട്ട് തുവർത്തി തലയിൽ രാസ്നാദി പൊടി തിരുമ്മിയാൽ മൈഗ്രെയിൻ 2 ആഴ്ചക്കുള്ളിൽ മാറിക്കിട്ടുന്നതായിരിക്കും. ഒരു മരുന്ന് കൂടി ഒറ്റമൂലിയുണ്ട്. ഒരുവേരന്റെ ഇല, ഒരുവേരൻ അറിയോ? ഒരുവേരൻ, അതുപോലെ വട്ടപ്പിരിയം എന്നൊക്കെ പറയും. അതിന്റെ ഇല ചതച്ച് കാലിന്റെ പെരുവിരലിൽ, നമ്മുടെ കാലിന്റെ പെരുവിരലിന്റെ നഖത്തിൽ ഒരു 15 മിനിറ്റ് വരെ വച്ച് ഇങ്ങനെ കെട്ടണം. തുണി കൊണ്ട് വച്ച് ചുറ്റി കെട്ടിയാൽ മൈഗ്രെയിൻ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മൈഗ്രെയിൻ ചെയ്യേണ്ട മഹാശീർഷ മുദ്ര ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മുടെ വിരലുകൾ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് മോതിര വിരൽ മടക്കി സൂര്യമുദ്ര ഉണ്ടാക്കുക. അതിനുശേഷം ചൂണ്ടുവിരലിന്റെ അഗ്രഭാഗവും നടുവിരലിന്റെ അഗ്രഭാഗവും തള്ളവിരലിന്റെ അഗ്രഭാഗത്തോട് ഇങ്ങനെ ചേർത്ത് പിടിക്കുക. ചെറുവിരൽ നിവർത്തി പിടിക്കുക. 5 മിനിറ്റ് വീതം 3 നേരം ചെയ്യുക. സമയം കുറവുള്ളവര് 10 മിനിറ്റ് വീതം 2 നേരം ചെയ്താലും മതിയാവും.
ഇത് 2 കൈകൊണ്ടും ചെയ്യേണ്ടതാണ്. സെൽഫി വീഡിയോ ആയതുകൊണ്ട് ഒരു കൈയില് മൊബൈൽ പിടിച്ചിട്ടാ ഉള്ളത്. അതുകൊണ്ടാണ് ഒരു കൈ മാത്രം കൊണ്ട് മാത്രം ചെയ്ത് കാണിക്കുന്നത്. അപ്പോ മൈഗ്രെയിന്റെ മുദ്രയാണത്, മഹാശീർഷ മുദ്ര. ഇനി തലവേദന, പെട്ടെന്ന് നമുക്ക് തലവേദന, അസഹനീയമായ തലവേദന ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മുദ്രയാണ് കാണിക്കാൻ പോകുന്നത്. അത് നമ്മുടെ ഈ തള്ളവിരലില്ലേ, ഈ തള്ളവിരൽ മടക്കി ഈ മോതിരവിരലിന്റെയും നടുവിരലിന്റെയും നടുഭാഗത്ത് ഇങ്ങനെ വെച്ച് മുഷ്ടി പിടിക്കുക. മുഷ്ടിക എന്നാണ് ഈ മുദ്രക്ക് പറയുക. ഈ മുദ്ര ഇങ്ങനെ പിടിച്ചിട്ട് തലവേദന മാറുന്നവരെ മാത്രം പിടിക്കുക. മാറിയ ഉടനെ മുദ്ര ചെയ്യാതിരിക്കുക. വളരെ പെട്ടെന്ന് ഒരു 2-3 മിനിറ്റിനുള്ളിൽ തലവേദന മാറുന്നതായിരിക്കും. ഒന്നും കൂടി കാണിച്ചു തരാം. തള്ളവിരൽ ഇങ്ങനെ നമ്മുടെ മോതിരവിരലിന്റെയും നടുവിരലിന്റെയും നടുഭാഗത്ത് ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇതുപോലെ മുഷ്ടി ഉണ്ടാക്കി പിടിക്കുക. ഇതിന് ഒരു സമയ പരിധിയില്ല. തലവേദന മാറിയ ഉടനെ തന്നെ ഈ മുദ്ര ചെയ്യാതിരിക്കുക. 2 കൈകൾ കൊണ്ടും ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി രാമായണ മാസം ആശംസിക്കുന്നു. എല്ലാവർക്കും ആരോഗ്യകരമായൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.